Hi students, welcome to ASF Academy. I am Femin. Today we are discussing about objectives and methods of business research. Let's start. Okay, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞത്. ബിസിനസ് റിസർച്ചിന്റെ ഒബ്ജക്റ്റിലേക്ക് പോകണ മുന്നേ ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് പോവാം. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? എന്താണ് ബിസിനസ് റിസർച്ച്? റിസർച്ചിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. റിസർച്ച് പറഞ്ഞാൽ എന്താ? സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻഫോർമേഷനെ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതൊന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയും. ബിസിനസ് റിസർച്ച് പറഞ്ഞാൽ എന്താ? എനി ടൈപ്പ് ഓഫ് റിസർച്ചിങ് ഡൺ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് ഓർ റണ്ണിങ് എനി കൈൻഡ് ഓഫ് ബിസിനസ്. എന്ത് ടൈപ്പ് ബിസിനസ് ആയിക്കോട്ടെ, ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ ഏർലി സ്റ്റേജിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ബിസിനസിന്റെ ലൈഫ് ടൈമിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മളൊരു റിസർച്ചിങ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾഡ് ആസ് ബിസിനസ് റിസർച്ച്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം. ആ ബിസിനസ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് സക്സസ് ആവോ ഇല്ലയെന്ന് വേണം. അപ്പം അതിന് വേണ്ട ഇൻഫോർമേഷൻ, നമ്മളെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെയാണ്, കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെ, അതിനൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുക. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ? ദാറ്റ് ഈസ് എൻ ബിസിനസ് റിസർച്ച്. ഒരു കൈൻഡ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയും. ബിസിനസ് റിസർച്ചിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊരു കൈൻഡ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ് ഈ ഏർലി സ്റ്റേജിൽ നടത്തുന്ന ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പം നമ്മൾ അതേപോലത്തെ ഇൻ ബിറ്റ്വീൻ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ബിസിനസ്സിൽ മാനേജ്മെന്റ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു റിസർച്ചിങ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുക. സിസ്റ്റമാറ്റിക്കലി ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണോ മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതും ഒരു ബിസിനസ് റിസർച്ച് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ഐഡിയ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, അതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്കിൽ കൂടി ഒന്ന് നമുക്കൊന്നും കൂടി ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒബ്ജക്റ്റീവിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അറിയണത് എന്താണ്? ഒരു റിസർച്ചിന് വേണ്ട ബേസിക് ഒബ്ജക്റ്റീവ് എന്താ? റിസർച്ച് പറയുന്നത് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഡിസ്കവറിങ് ന്യൂ ഇൻഫോർമേഷൻ. നമ്മൾ സെർച്ച് ചെയ്യാന്നല്ലേ പറയുന്നത് റിസർച്ചിനെ. അപ്പൊ പുതിയൊരു ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റിസർച്ചിങ് ആക്ടിവിറ്റിയുടെ ഒബ്ജക്റ്റീവ്, ടു ഡിസ്കവർ ന്യൂ ഇൻഫോർമേഷൻസ്. ഓക്കെ, ഇതിപ്പോ ബിസിനസ് റിസർച്ച് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താ? നല്ലൊരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്താൽ മാത്രം ഒരു ബിസിനസ് സക്സസ് ആവും. കാരണം എവരി ബിസിനസ് റിസർച്ച് ഹെൽപ്സ് ടു ഗെറ്റ് ന്യൂ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ടു ദയർ ബിസിനസ്. ഒരു ബിസിനസ്സിക്ക് വേണ്ട ഇൻഫോർമേഷൻ, ഈ ഇൻഫോർമേഷൻസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു സക്സസ് ഓഫ് ദ ബിസിനസ്. ഇപ്പൊ എന്ത്, ഫോർ എക്സാമ്പിൾ കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, നമ്മൾ ഡിമാൻഡ്, നമ്മളെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആവാം, നമ്മളെ കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് ഇൻഫോർമേഷൻസ്, മാർക്കറ്റിലെ കണ്ടീഷൻസ് ആവാം, ഗവൺമെന്റ് പോളിസീസ് ആവാം, എന്ത് വേണം ഇൻഫോർമേഷൻസ്. ഇതൊക്കെ ബിസിനസ്സിന് സക്സസിന് വേണ്ട റിലവന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. സോ റിലവന്റ് ഇൻഫോർമേഷൻസ് ആണ് ഡിസ്കവർ ന്യൂ ഇൻഫോർമേഷനിൽ വരുന്ന ഒരു പോയിന്റ്. മനസ്സിലായല്ലോ? സെക്കൻഡ് പോയിന്റ് എന്താ? ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ്. ഒരു പ്രോബ്ലം മാനേജ്മെന്റ് ഫേസ് ചെയ്യണമെങ്കിൽ ആ പ്രോബ്ലത്തിന് വേണ്ട സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്, ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് റിസർച്ച്. റിസർച്ച് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചസ് ആണ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ ഡള്ളാണ്, നമുക്ക് പ്രോഫിറ്റ് കുറവാണ്, വേണ്ടത്ര രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ കൺസ്യൂമേഴ്സിന് വേണ്ടത്ര രീതിയിൽ നമ്മളെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ആവാം പല ടൈപ്പിൽ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ മാർക്കറ്റിന് ഡള്ളാണ് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ആ മാർക്കറ്റിനെ അനലൈസ് ചെയ്യും. അവിടുത്തെ ഡിമാൻഡ്, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കോമ്പറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡ്, കോമ്പറ്റേറ്റേഴ്സിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആ ടോട്ടൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ആ പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സോൾവ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ മാർക്കറ്റ് റിസർച്ച് നമ്മൾ കൺക്ലൂഷനിൽ എത്തും. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ. തേർഡ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ എൻ എക്കണോമിക്കൽ
sound manner. Every business in എല്ലാ ബിസിനസ് റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ എക്കണോമിക്കൽ സൗണ്ട് മാനർ. എക്കണോമിക്കൽ സൗണ്ട് മാനർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഏതൊരു ബിസിനസ്സും എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യണേ? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ലോങ് ടേമുക്ക് നമ്മളെ ബിസിനസിന്റെ സക്സസ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവരിക എന്നല്ല. അതായത് ബിസിനസ് ചെയ്യണ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 ഇയറിനോ അല്ലെങ്കിൽ 2 ഇയറിനോ സ്പെസിഫിക് ഡേറ്റ് കൊടുത്തിട്ടല്ല. ബിസിനസ് എപ്പോഴും ലോങ് ടേം സക്സസും ലോങ് ടേം പ്രോഫിറ്റും വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് റൺ ചെയ്യണം. അപ്പൊ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ഇൻഫോർമേഷൻസ് കൊടുക്കുക ഏതൊരു ബിസിനസ് റിസർച്ചിനും കഴിയും. അതാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടത് പല ടൈപ്പിലെ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു മാർക്കറ്റ് ആവാം, ഫിനാൻസ് ആവാം, HR ആവാം, പ്രൊഡക്ഷൻ ആവാം. ഇപ്പൊ HR എങ്ങനെ ആവാം? നമുക്ക് വേണ്ടത് നമ്മളെ ബിസിനസ് സക്സസ് ആവാൻ വേണ്ട നല്ല നല്ല എംപ്ലോയീസ്. ഇപ്പൊ അവിടെ എല്ലാ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പ്രൊമോഷൻ കൊടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഔട്ട്സൈഡ് പുതിയ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ പ്ലേസ് ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള കാര്യം. ഇപ്പൊ മാർക്കറ്റിംഗ് ആണെങ്കിൽ എന്താ? നമ്മളെ കമ്പനിക്ക് സക്സസ് ആവാൻ വേണ്ട മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതേപോലെ വല്ല മെർജിങ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റും, നമ്മളെ കോമ്പറ്റേറ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും നമ്മളെ കമ്പനിക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു എൻഷുർ ഫ്യൂച്ചർ സക്സസ്. ഈ പറഞ്ഞ തേർഡ് പോയിന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണ്. കാരണം ഏതൊരു ബിസിനസ്സും റൺ ചെയ്യുന്ന ഫ്യൂച്ചർ സക്സസിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ലോങ് ടേം ബേസിസിന് വേണം. ലോങ് ഇയേഴ്സിലേക്ക് അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ്സും റൺ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആവാം? ഇവരിപ്പോ ഒരു ഗ്രൂപ്പ് അല്ലെ പേഴ്സൺസ് ആവാം. എന്ത് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ബിസിനസ്സിക്ക് ഇറങ്ങണമെങ്കിൽ അവരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയേണ്ട പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഫേമിനെ ലോങ് ടേമുക്ക് റൺ ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ നല്ലൊരു ബിസിനസ് റിസർച്ച് നിന്ന് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ അല്ലതാ? നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന, നമ്മൾ സക്സസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, റൂൾസ്, അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് നോക്കാം. അതേപോലെ നമ്മുടെ കൺസ്യൂമേഴ്സിന് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എങ്ങനെയൊക്കെ അതിൽ ചേഞ്ചസ് വരുന്നതില്, മാർക്കറ്റ് ട്രെൻഡ്സ്, ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സോൾവ് ഔട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഒരു മെത്തേഡ്സും റൂൾസും കൊണ്ടുവരാൻ പറ്റും. അത് നമ്മളുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ സക്സസിനെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് മാനേജ് ചെയ്യുക ഡിസിഷൻ. ഏത് റിസർച്ച് ആക്ടിവിറ്റീസിനും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് റിസർച്ച് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അത് ലീഡ്സ് ടു ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ് റിസർച്ച് ബേസിക് ഒബ്ജക്റ്റീവ് പറഞ്ഞ മാനേജ്മെന്റിന് നല്ലൊരു ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് റിലേറ്റ് ടു മേ ബി ഫിനാൻസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, പ്രൊഡക്ഷൻ ആവാം, പേഴ്സണൽ ദാറ്റ് ഈസ് HR ആവാം. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് സഹായിക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്. നല്ലൊരു ബിസിനസ് റിസർച്ച് കമ്പനിയുടെ ടൈമിനെയും കോസ്റ്റിനെയും സേവ് ചെയ്യാൻ സഹായിക്കണം. കാരണം നമുക്ക് കോസ്റ്റ് സേവിങ് ആയിട്ട്, അതായത് നല്ലൊരു ബിസിനസ് റിസർച്ച് ആണ് സിസ്റ്റമാറ്റിക് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതുവഴി എവിടേക്കാണ് അൺവാണ്ടഡ് എക്സ്പെൻസസ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഡക്ഷന്റെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഈ ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കോസ്റ്റ് കുറച്ച് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് സക്സസ് ആവും, ഫ്യൂച്ചറിലേക്ക് ഗ്രോത്ത് കൂടും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്സ്. കുറച്ച് മെത്തേഡ്സ് ഓഫ് ബിസിനസ് റിസർച്ച് നമ്മൾ പറയുന്നുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി അറിയണത് എന്താണ്? ദാറ്റ് അലോ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിസിനസ് സിറ്റുവേഷൻ. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന കേസ് സ്റ്റഡി എടുക്കുന്ന ഒന്നല്ല പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസ് ആവാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബിസിനസ് സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ചാവാം. അപ്പൊ ഏതിനെ കുറിച്ചിട്ടാണോ എടുക്കുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയിലെ ഡെപ്ത് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കേസ് സ്റ്റഡിയിൽ ഒരിക്കലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ട്രെൻഡ്, സ്ട്രാറ്റജീസ്, അതൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. പക്ഷെ ആ ഫേമിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഫേമിന്റെ പോളിസീസ്, അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, പ്രാക്ടീസസ്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്ത് അതൊന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ കേസിനെ
ഇൻഡെപ്ത് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വി ക്യാൻ റീച്ച് എ കൺക്ലൂഷൻക്ക് റീച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കേസ് സ്റ്റഡി മെത്തേഡ്. ബിസിനസ് റിസർച്ചിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പെർട്ടിക്കുലർ കേസ് എടുക്കുക, അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെ ഇൻഫോർമേഷൻസ് എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ചിൽ വളരെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഡാറ്റാസ് ആണ് എടുക്കുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുവഴി ഫിനാൻഷ്യൽ ഡാറ്റ പറയുമ്പോൾ ലാസ്റ്റ് 5 years ആവും, ലാസ്റ്റ് 3 yearsന്റെ ഫിനാൻഷ്യൽ ഡാറ്റാസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ വരുന്ന ഫിനാൻഷ്യൽ ഡാറ്റാസ് അത് അനലൈസ് ചെയ്തിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. കമ്പനി ഗ്രോത്ത് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, എവിടെയെങ്കിലും എന്തെങ്കിലും ഫാൾട്ട് കാര്യങ്ങളുണ്ടോ, അങ്ങനെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഈ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ട്രെൻഡ്സ് മനസ്സിലാക്കലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. Okay, statistical data that helps to firms to evaluate the performance and predict the future data. ഇപ്പൊ അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ പഠിക്കുന്നില്ലേ, അക്കൗണ്ടിങ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന അക്കൗണ്ട് റേഷ്യോ പറഞ്ഞിട്ട് അതിൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അത് വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് ഫ്യൂച്ചർ എങ്ങനെയാണ് ഉള്ളത്. അല്ലെങ്കിൽ കമ്പാരിസൺ, ബാലൻസ് ഷീറ്റ് കമ്പാരിസൺ ഒക്കെ നമ്മൾ ചെയ്യല്ലേ, ക്യാഷ് ഫ്ലോ കമ്പാരിസൺ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ട്രെൻഡ്സുകൾ അതിൽ നിന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. അതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ച് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ. എങ്ങനെയാണ് കമ്പനിയുടെ ഓപ്പറേഷൻ റൺ ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അതിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് എക്സാമിൻ ചെയ്തിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷൻസ് എത്തുകയാണ്. അപ്പൊ അതുവഴി വി ക്യാൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റ്, ഇൻഎഫിഷ്യൻസി, എവിടെയാണ് പുവർ പെർഫോമൻസ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് നമുക്കൊക്കെ അറിയാം. സർവേ മെത്തേഡ് എന്ന് പറയുന്ന കുറച്ച് വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾസിനെ സർവേ ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ഇപ്പൊ ഒരു ബിസിനസ് റിസർച്ച് ആയതുകൊണ്ട് സർവേ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഇല്ലേ, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, അവർക്ക് നമ്മളെ പ്രോഡക്റ്റ് മനസ്സിലായില്ലേ, നമ്മൾ കൊടുക്കുന്ന സർവീസസ് അവർക്ക് വേണ്ട രീതി അണ്ടർസ്റ്റാൻഡ്, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യണം. പക്ഷെ സർവേ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ലാർജ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇൻഫോർമേഷൻ കിട്ടുന്നത് അത്ര ജെന്യുവിനിറ്റി ആണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. കാരണം ഇത് ഓരോ വ്യക്തികൾ സർവേ നമ്മൾ നടത്തുമ്പോൾ ക്വസ്റ്റ്യനേഴ്സ് ആവാം നമ്മൾ യൂസ് ചെയ്യേണ്ടാവുക, അവരോട് ഓറലി അല്ലെങ്കിൽ റിട്ടേണി ആവുക. പക്ഷെ അവർ തരുന്നത് എത്രത്തോളം ജെന്യുവിനിറ്റി ഉണ്ട് നമുക്ക് ഉറപ്പുണ്ടാവില്ല, ഉറപ്പ് വരുത്താൻ പറ്റില്ല. കാരണം ഒരു വൈഡ് ഏരിയ ആണ്. ചിലവരെല്ലാം ആക്യുറേറ്റ് ആയി പറയും, ചിലവരെല്ലാം ആക്യുറേറ്റ് ആയിട്ടാവില്ല നമുക്ക് വരുന്ന ആൻസർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പ്. സർവേ മെത്തേഡ് അപേക്ഷിച്ച് ഫോക്കസ് ഗ്രൂപ്പ് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സജഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യുക. അതുവഴി നമ്മൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ കൺക്ലൂഷൻസ് എത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന ഫോക്കസ് ഗ്രൂപ്പ്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറച്ചും കൂടി ഹോണസ്റ്റ് ആയിരിക്കും, സർവേനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഹോണസ്റ്റ് ആയിരിക്കും അവരുടെ ഫീഡ്ബാക്കും സജഷൻസും. അപ്പൊ സർവേനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ഇവരുടെ റിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഡിസൈൻ. ഇന്റർവ്യൂ ഡിസൈൻ പറയുമ്പോൾ 1-to-1 ആണ്. ഒരു ട്രെയിനർ പേഴ്സൺ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക കൺസ്യൂമേഴ്സിനെ. നമുക്ക് മാനേജ്മെന്റിന് വേണ്ട ഇൻഫോർമേഷൻസ് എന്തൊക്കെ വേണ്ടത് എന്നുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് 1-to-1 ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിച്ച് അവരുടെ റിപ്ലൈ നിന്ന് മാനേജ്മെന്റ് ആ ഒരു കൺക്ലൂഷൻസ്ക്ക് എത്തുന്ന മെത്തേഡാണ് ഈ ഇന്റർവ്യൂ മെത്തേഡ്. ഇന്റർവ്യൂ മെത്തേഡ് പറയുമ്പോൾ ഫോക്കസ് ഗ്രൂപ്പിനെക്കാട്ടിലും ആക്യുറേറ്റ് ആണ്. കാരണം ഒരു വൺ പേഴ്സണെ അറ്റ് എ ടൈം നോക്കി അവരുടെ അടുത്ത് വേണ്ട ഡീറ്റെയിൽസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂ മെത്തേഡിന്റെ വേറെ പ്രത്യേകത പറയുന്നത് കുറച്ചും കൂടി വൈഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. സർവേ മെത്തേഡിൽ വരുന്നതിനെക്കാട്ടിലും കുറച്ചും വൈഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. കുറച്ചും കൂടി അവർക്ക് റിപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കമ്പനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, മാനേജ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഡിസൈൻ വളരെ ഹെൽപ്ഫുൾ ആണ്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് ലാസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമ്മൾ സർവേയിൽ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യനെയർ ഓറലി അല്ലെങ്കിൽ റിട്ടേണി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് കൊടുക്കുകയാണ്. ഈ ക്വസ്റ്റ്യനെയർ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, ഈസി ആയിരിക്കണം, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് തന്നെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവരുത്. എന്തെങ്കിലും
അവർക്ക് ക്ലിയർ അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരതിനെ ആൻസർ ചെയ്യില്ല. ഈ എപ്പോഴും ക്വസ്റ്റ്യനെയറിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ്, ഈ വൺ വേർഡിൽ ആൻസർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കണം. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ അതിൽ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഈസി ആയിട്ട് കൺസ്യൂമേഴ്സിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ അതുവഴി കമ്പനിക്ക് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻസ് എത്താൻ പറ്റും. These are the different methods of business research. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മളെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ചും മെത്തേഡ്സ് ഓഫ് ബിസിനസ് റിസർച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളെ സജഷൻസും കമൻറ്റ് ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ ഈ ചാനൽ സക്സസ് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.